വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ ഇൻഫർമേഷൻ. ഞാൻ എൽദോഷ് ഷാജി. നമ്മളിന്ന് സംസാരിക്കുന്നത് ഒരു DSLR ക്യാമറയ്ക്ക് ആവശ്യമായ ആക്സസറീസിനെ കുറിച്ചാണ്. നമുക്കെല്ലാം അറിയാം, ഒരു ക്യാമറ മേടിക്കുമ്പോൾ ക്യാമറ ബോഡിയോടുകൂടി ലെൻസ്, ബാറ്ററി, ചാർജർ ഇവയാണ് ബോക്സിൽ ലഭ്യമാകുന്നത്. എന്നാൽ കുറഞ്ഞ ചെലവിൽ ലഭിക്കുന്നതും വളരെ ഉപയോഗപ്രദവുമായ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോട്ടോഷൂട്ടിന് പോകുമ്പോൾ വളരെ യൂസ്ഫുള്ളായിരിക്കും. ക്യാമറ, ബാറ്ററിയുടെ ചാർജറാണ്. ഇത് എനിക്ക് ബോക്സിൻ്റെ കൂടെ ലഭിച്ചതാണ്. അതിനോടൊപ്പം തന്നെ ഒരു എക്സ്റ്റേണൽ ഫ്ലാഷ് ലൈറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഔട്ട്ഡോർ ആയിക്കോട്ടെ, അതുപോലെ ഒരു മാരേജ് ഫോട്ടോ ഫങ്ഷൻ, ഇതെല്ലാം നമുക്ക് ഫോട്ടോ കവർ ചെയ്യുവാൻ ഇത് വളരെ ഉപയോഗം ചെയ്യും. ഇതിന് AA ബാറ്ററി ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. 4 ബാറ്ററിയാണ് നമുക്ക് ഇതിൽ ആവശ്യമായി വരുന്നത്. അതിനുവേണ്ടി ഞാൻ AA ബാറ്ററി ഇവിടെ 2 സെറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. AA ബാറ്ററിയാണ് ഓൺലൈനിൽ ഞാൻ പർച്ചേസ് ചെയ്തതാണ്. അതുപോലെ തന്നെ AA ബാറ്ററി ആയതുകൊണ്ട് തന്നെ, റീചാർജബിൾ ബാറ്ററി ആയതുകൊണ്ട് തന്നെ നമുക്കത് സൂക്ഷിക്കുവാൻ വേണ്ടി എൻ്റെ കയ്യിൽ ബാറ്ററി പൗച്ച് ഉണ്ട്. ഓൺലൈനിൽ ആമസോണിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. വളരെ ചീപ്പായ പ്രൈസിൽ നമുക്ക് ലഭ്യമാകും. ഇതാണ് പൗച്ച്. ഇതിൽ നമുക്ക് ബാറ്ററി ഇതുപോലെ ചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബാറ്ററി ചാർജ് ചെയ്യുവാനായി ബാറ്ററിയുടെ കൂടെ തന്നെ ലഭിച്ചതാണ് ബാറ്ററി റീചാർജ് ചാർജർ. നമ്മുടെ ക്യാമറയുടെ കൂടെ നമുക്ക് ഒരു ഇൻബിൽറ്റായി നമുക്ക് ഒരു ബാറ്ററി ലഭിക്കുന്നതാണ്. അതുപോലെ നമ്മൾ ഒരു ബാറ്ററി കൂടി എക്സ്ട്രാ കരുതുകയാണെങ്കിൽ, ഔട്ട്ഡോറും മറ്റു ഷൂട്ടിന് പോകുമ്പോൾ നമ്മൾ ചാർജ് തീർന്നു പോവുകയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ബാറ്ററി സ്റ്റാൻഡ് ബൈ ആയി നമുക്ക് ഉപയോഗിക്കാം. ഇത് നിക്കോണിൻ്റെ തന്നെ റിമോട്ട് കൺട്രോളാണ്. നമുക്കിപ്പോൾ സെൽഫി, ഫാമിലി ഫോട്ടോ എടുക്കുവാൻ പലരും ബുദ്ധിമുട്ടാറുണ്ട്. സെൽഫ് ടൈമർ വെച്ചും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. ഇത് റിമോട്ടാണ്. ഇത് നിക്കോണിൻ്റെ ആണ്. നമുക്ക് മൊബൈലിലും ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ഇത് നമ്മൾ ക്യാമറയിൽ ഓപ്ഷൻ ഉണ്ട്. റിമോട്ടിൻ്റെ ഓപ്ഷൻ ഓൺ ചെയ്തതിന് ശേഷം ഇതിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫോട്ടോ ഷൂട്ടാകുന്നതാണ്. റിമോട്ടിന് വേണ്ടി 32-ൻ്റെ 3 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ബട്ടൺ ബാറ്ററി. അതുപോലെ തന്നെ എക്സ്ട്രാ നമ്മുടെ കയ്യിൽ ഒരു മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ നമ്മുടെ മെമ്മറി കാർഡ് ഫുൾ ആവുകയാണെങ്കിൽ, നമുക്ക് പലർക്കും പല മാരേജ് ഫങ്ഷൻ പോലുള്ള മറ്റു പ്രോഗ്രാമിന് പോകുമ്പോൾ എക്സ്ട്രാ ഒരു മെമ്മറി കാർഡ് നമ്മൾ കരുതുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ നമ്മൾ ഒരു ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് പോവുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായ മറ്റൊരു ഘടകമാണ് ലെൻസ് ഹുഡ്. ലെൻസ് ഹുഡിൻ്റെ ആവശ്യം എന്തെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നതാണ്. ലെൻസ് ഹുഡ് നമ്മൾ ക്യാമറയിൽ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ അതിന് 1-2 ഉപയോഗങ്ങളുണ്ട്. ലെൻസ് ഹുഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യമായി നമുക്ക് 2 ഉപയോഗങ്ങളാണ് ഉള്ളത്. ഒന്നെന്തെന്ന് വെച്ചാൽ, നമ്മുടെ ലെൻസിന് പോറലൊന്നും പറ്റത്തില്ല. എവിടെയെങ്കിലും തട്ടുകയോ മുട്ടുകയോ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ ലെൻസിന് പോറലൊന്നും പറ്റത്തില്ല. അതുപോലെ മറ്റൊരു ഉപയോഗം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫിക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഇതെന്തായാലും ഉപയോഗിച്ചാൽ വളരെ നല്ല ഫോട്ടോ കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ കാരണം എന്തെന്നാൽ, നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ സൺലൈറ്റ് വരുന്ന ഡയറക്റ്റ് ലെൻസിലേക്ക് പതിക്കുകയില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ യൂസ്ഫുള്ളാണ് ഇത്. അതുപോലെ തന്നെ ഇതൊരു ചെറിയ ട്രൈപോഡാണ്. നമുക്ക് ടേബിളിലും മറ്റും വെച്ച് ഫോട്ടോ എടുക്കുവാനും അതിന് ഉപയോഗപ്പെടും. ഇതിൻ്റെ നമുക്ക് ലോക്ക് സിസ്റ്റം ഉള്ളതാണ്. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ച് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് വളരെ ആവശ്യമുള്ള മറ്റൊരു ഘടകമാണ് ക്ലീനിങ് കിറ്റ്. ക്ലീനിങ് കിറ്റ് ഉപയോഗിച്ച് നമ്മൾ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഒരു പ്രാവശ്യം ക്ലീനിങ് കിറ്റ് ഉപയോഗിച്ച് നമ്മൾ ക്യാമറ ക്ലീൻ ചെയ്യുകയും പോകുന്നതിന് ശേഷം അറിയാതെ നമ്മുടെ കൈയും മറ്റും ലെൻസിൻ്റെ അകത്ത് പതിയുകയാണെങ്കിൽ അവിടെ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതായ ആവശ്യം വരും. നമ്മൾ കയ്യിലുള്ള പേപ്പറോ മറ്റോ തുണിയോ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ലെൻസ് കേടാവാൻ ചാൻസ് ഉണ്ട്. അതിന് നമുക്ക് ക്ലീനിങ് കിറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു ഡാറ്റ കേബിളും ഒരു OTG കേബിളും. അത് നമുക്ക് എക്സ്റ്റേണൽ
മോണിറ്ററിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ രണ്ട് ഘടകങ്ങൾ. അതുപോലെ തന്നെ ഫോട്ടോ ട്രാൻസ്ഫർ ചെയ്യുവാനായി ബ്ലൂടൂത്ത് വൈഫൈ ഇല്ലാത്ത ക്യാമറകളാണെങ്കിൽ നമുക്ക് ഡാറ്റ കേബിൾ വഴി നമുക്ക് മൊബൈലിലേക്കും കമ്പ്യൂട്ടറിലേക്കും മറ്റും ഫോട്ടോ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ ചെറിയ അടുത്ത എവിടെയെങ്കിലും നമ്മളൊരു ഷൂട്ടിങ്ങിന് പോവുകയാണെങ്കിൽ ക്യാമറ ബാഗ് ഫുള്ളായിട്ട് നമുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ട് ഒരു ക്യാമറ പൗച്ച് നമ്മൾ മേടിച്ച് കൈവശപ്പെടുത്തുകയാണെങ്കിൽ ക്യാമറ കേടുകൂടാതെ നമുക്ക് കൊണ്ടുനടക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഘടകമാണ് ട്രൈപോഡ്. നമ്മൾ ഓൺലൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് വില കുറഞ്ഞ ട്രൈപോഡുകൾ ലഭ്യമാണ്. 2000 മുതൽ അതിൽ കൂടുതൽ വിലയുള്ള ട്രൈപോഡുകൾ ലഭ്യമാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ചീപ്പായ ഒരു ട്രൈപോഡാണ്. 700-750 രൂപയാണ് ഇതിന് വിലയുള്ളൂ. ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് 3 സ്റ്റേജ് ഉണ്ട്. നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് ബാലൻസ് മീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിയെല്ലാം റൊട്ടേറ്റിംഗ് സിസ്റ്റം എല്ലാം ഉള്ള നല്ലൊരു ട്രൈപോഡാണ്. വില കുറഞ്ഞത് നമുക്ക് കയ്യിലുണ്ടെങ്കിൽ നന്നായിരിക്കും. അതുപോലെ നമുക്ക് ആവശ്യമുള്ള മറ്റൊരു ഘടകമാണ് ക്യാമറ ബാഗ്. ഇത് ഞാൻ ക്യാമറ മേടിച്ചപ്പോൾ അതിനോട് കൂടി തന്നെ കിട്ടിയതാണ് നിക്കോണിൻ്റെ ക്യാമറ ബാഗ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി നമ്മൾ കണ്ടുമുട്ടുന്നതായിരിക്കും.